സുഖം ച സുഖം യച്ഛതി. അപ്പൊ ഈ സെന്റൻസ് നീളമുള്ള സെന്റൻസ് ആണ് അല്ലേ. ഇതിനകത്ത് രണ്ട് ക്രിയകൾ വരുന്നുണ്ട്, വെർബ് രണ്ടെണ്ണം. ഒന്ന് കുർവന്തി, പിന്നൊന്ന് യച്ഛതി. അപ്പൊ കുർവന്തി എന്ന് പറയുമ്പോഴത്തേക്ക് കൃ ധാതുവാണ്. അതായത് കുർവന്തി കൃ ധാതുവാണ്. അതുപോലെ പരസ്മൈപതിയാണ്, ലട്ടാണ്, അതായത് പ്രസന്റ് ടെൻസ്, പ്രഥമ പുരുഷ ബഹുവചനം. അപ്പൊ മറ്റു രൂപങ്ങൾ എങ്ങനെ വരും? കരോതി, കുരുതഃ, കുർവന്തി, ചെയ്യുന്നു എന്നുള്ള അർത്ഥം. അടുത്ത രണ്ടാമത്തത് യച്ഛതിയാണ്. യച്ഛതി ആവുമ്പോൾ യച്ച് ധാതുവാണ്, നൽകുക എന്നുള്ള അർത്ഥത്തിൽ. യച്ച് ധാതു പരസ്മൈപതിയാണ്, ലട്ടാണ്, പ്രഥമ പുരുഷ ഏകവചനമാണ്. ബാക്കി രൂപങ്ങൾ യച്ഛതി ഏകവചനം, യച്ഛതഃ, യച്ഛന്തി, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ആദ്യത്തെ കുർവന്തി യച്ഛതി. ഇനി സുഖം യച്ഛതി, എന്ത് നൽകുന്നു? സുഖം യച്ഛതി, സുഖം നൽകുന്നു. സുഖം എന്നുള്ളത് സുഖം തന്നെയാണ്. സുഖം നൽകുന്നു, സുഖത്തെ നൽകുന്നു. ദ്വിതീയ വിഭക്തിയാണത്. ആർക്ക്? കേഭ്യഃ,